അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. മൂന്നാം ഭാഗം ഉണ്ടാവും. സൈബർ ആക്രമണത്തിൽ ഒരാൾ പറയുന്നുണ്ട് നാളെ തൊട്ട് നിങ്ങൾ എംബാം ചെയ്ത എമ്പുരാൻ കാണുമെന്ന്. എനിക്കൊന്നേ പറയാനുള്ളൂ, എമ്പുരാനെ എംബാം ചെയ്യുകയോ എന്തൊരു ചെയ്തോട്ടെ, സ്വന്തം പാർട്ടി ആരും എംബാം ചെയ്യാതിരുന്നാൽ അവനവന് കൊള്ളാം. സിനിമ മുരളി ഗോപിക്ക് എന്തെങ്കിലും അനിഷ്ടമുണ്ട്? ഗോപിക്ക് ഒരു അതിർത്തി ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അവസാനം ആന്റണി പെരുമ്പാവൂർ രംഗത്ത്. മാപ്പ് തന്നെയാണ് മാപ്പ്. പറയാണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ആരെയും പേടിച്ചു കൊണ്ടല്ല കട്ട് ചെയ്തതെന്നുള്ളത്. പിന്നെ എന്തിന് കട്ട് ചെയ്ത്? എന്റെ പൊന്ന് ആന്റണി ചേട്ടായി, ഒരു സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു സിനിമ ഇറക്കുന്നു, 2-3 ആളുകൾ പറഞ്ഞതിന്റെ പേരിൽ സിനിമ എഡിറ്റ് ചെയ്ത് മാറ്റുന്നു, എന്നിട്ട് മുടന്ത് ന്യായീകരണം. ഇതാണ് നട്ടല്ലില്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ പ്രതീക്ഷിച്ചതാ. എമ്പുരാൻ എന്ന സിനിമയിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ആള്. വലിയ രീതിയിൽ കൊട്ടിക്കൊഴിച്ചു കൊണ്ട് ഇറക്കിയ സിനിമ കെട്ടിന്റെ പണി കിട്ടിയപ്പോ ഇപ്പോ കാലിന്റെ മുട്ടുകൂട്ടി ഇടിച്ച് വന്ന് കരയ. എന്താ ചെയ്യ? മല്ലികാ സുകുമാരൻ എന്തായാലും ഉള്ളി സ്വരക്ക് നല്ല 2 കൊട്ട് കൊടുത്തിട്ടുണ്ട്. സ്വന്തം പാർട്ടി തന്നെ നിന്നെ എടുത്ത് ദൂരെ കളയുന്നത് നീ നോക്കിക്കോ എന്നുള്ളതാണ്. നല്ല ഡയലോഗാണ്. എന്തായാലും എമ്പുരാനെ കുറിച്ചിട്ട് ചേട്ടായി പറഞ്ഞെന്ന് കേൾക്കാം. മുരളി ഗോപി ഇപ്പോഴും ഇതിൽ പ്രതികരിച്ചിട്ടില്ല, നിങ്ങളോടൊപ്പം ഈ നിങ്ങളുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അല്ല, അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിയോജിപ്പ് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. കാരണം എല്ലാവരുടെയും സമ്മതം അതിന് ആവശ്യമാണ്. ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണത്. ഇതിനകത്ത് അങ്ങനത്തെ കോൺട്രവേഴ്സി ആ ഒരു കാര്യം ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല, ഞങ്ങൾ വിശ്വസിക്കില്ല. മുരളി ഗോപി അങ്ങനെ നട്ടലില്ലാത്തവനല്ല. കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് അയാൾ. ഈ ഒരു നിമിഷം വരെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുകയോ ഒരു പോസ്റ്റ് ഇടുകയോ ചെയ്തിട്ടില്ല. ആകെ ഇട്ട ഒരു പോസ്റ്റ് നട്ടലുള്ളവന്റെ ഡയലോഗാ, ഈദ് മുബാറക്. ഗുജറാത്ത് കലാപത്തിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നിട്ടൊക്കെ RSSനെതിരെ ഒരു തിരക്കഥയും ഒരുക്കി സിനിമ ഇറക്കിയ മുരളി ഗോപി അങ്ങനെ പേടിച്ച് ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ഐക്യദാർഢ്യമായിട്ടാണ് ഈദ് മുബാറക് ഇട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളതാണ്. വീഡിയോന്റെ ഇടയിൽ ഒരു ശബ്ദം കയറി വരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഒരു വീട് പണി നടക്കുന്നു, ദയവ് ചെയ്ത് അത് ഒന്ന് മൈൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോ കേൾക്കാം. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അല്ല, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ്. എന്താ ചെയ്യുക? മേജർ രവി എന്ത് ഉണ്ടൊക്കെയാണ് ഈ നുണ പറഞ്ഞത് എന്നുള്ളതാണ് എനിക്കും ചോദിക്കാനുള്ളത്. മോഹൻലാലിന്റെ സുഹൃത്ത് വലയങ്ങളിൽ ഏതോ ഒരു മൂലയിൽ ചെറിയൊരു ശകലം പോലെ കിടക്കുന്ന ഒരു മനുഷ്യനാണ് മേജർ രവി. മേജർ രവി മോഹൻലാൽ മാപ്പ് പറയുന്ന കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കാൻ ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടൊരു ലൈവ്. സത്യത്തിൽ മോഹൻലാൽ ഒരു മനുഷ്യനോട് മാപ്പൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു ഖേദപ്രകടനം, മാപ്പും ഖേദപ്രകടനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റുപറ്റി എന്ന് പറയുന്നതും എനിക്ക് തെറ്റുപറ്റി മാപ്പാക്കണം എന്നും പറയുന്നത് 2 കാര്യങ്ങളാണ്. മാപ്പ് എന്നുള്ള ഒരു കാര്യം ഇൻഡയറക്ട്ലി പറയുമ്പോൾ അതിനെ മാപ്പായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. മറ്റേ സവർക്കർ പണ്ട് എഴുതി കൊടുത്ത ആയിരക്കണക്കിന് മാപ്പുകളെ പോലെ ഒരു മാപ്പ് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഖേദപ്രകടനം. എന്നിരുന്നാലും അതിനെ നമ്മൾ വിളിക്കുന്നത് നട്ടെല്ല് ഇല്ലായ്മ എന്നാണ്. നട്ടെല്ല് വളഞ്ഞു പോയ അവസ്ഥ. ഓക്കെ, മോഹൻലാലിന് കൃത്യമായി കഥ അറിയാം. ഓരോ ഷോട്ടും കൃത്യമായി അദ്ദേഹം കണ്ടതാണ്. ഓരോ ദിവസവും എടുത്ത സീനുകൾ അദ്ദേഹം കണ്ടതാണ്. സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അദ്ദേഹം ഇഷ്ടപ്പെടുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ അനുഭാവികളായിട്ടുള്ള ആളുകൾ ഈ കാര്യം ഇങ്ങനെ ആക്കും എന്നൊന്നും അദ്ദേഹം സ്വപ്നത്തിൽ പോലും ധരിച്ചു കാണില്ല. ഇപ്പൊ മനസ്സിലായില്ലേ, ഇത് രാജ്യഭരണമുള്ള രാജ്യമാണ്, ജനാധിപത്യ രാജ്യമല്ല എന്നുള്ളത്. നെക്സ്റ്റ്. അങ്ങനെ തെറ്റായി പോയെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇത് ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകാലങ്ങളിലും സിനിമ എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ശരി എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത് എങ്കിൽ പിന്നെ മറ്റുള്ള ഒരാൾ അഭിപ്രായം കേട്ട് പേടിച്ച് കാലിന്റെ മുട്ട് വിറച്ചുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമുണ്ട്? പൊന്നു ചേട്ടായി ചോദിക്കുകയാണ്. താങ്കൾ ബിനാമിയാണ്, എല്ലാവർക്കും അറിയാം താങ്കൾ ബിനാമിയാണ്. ഒരു ഡ്രൈവറായ താങ്കൾ ഇത്ര വലിയ കോടീശ്വരനാവുന്നത് ബിനാമിയായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും താങ്കൾക്ക് പേടിക്കേണ്ടി വരും, സോഴ്സ് കാണിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് വീട്ടിലേക്ക് വരുമെന്ന് നിങ്ങൾ സിനിമയിലൂടെ കാണിച്ചിട്ട് പോലും നിങ്ങൾ ഭയന്നു. ആ ഭയത്തിന്റെ പേരിൽ തന്നെയാണ് നിങ്ങൾ ആ സിനിമയ്ക്ക് കത്രിക വെച്ചത്. അല്ലാതെ 2-3 ആൾക്കാർ പറഞ്ഞു എന്നുകൊണ്ട്, എന്താണ് പ്രേക്ഷകർ പറഞ്ഞതുകൊണ്ട്. പ്രേക്ഷകർക്ക് യാതൊരു തരത്തിലും ഈ സിനിമയെ കുറിച്ച് യാതൊരു തെറ്റിദ്ധാരണയും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ സിനിമ, ഒരു ആവറേജ് സിനിമ എന്ന് എല്ലാവരും വിധി എഴുതിയപ്പോൾ ആ സിനിമയെ മുൾമുനയിൽ നിർത്തി അങ്ങ് ആകാശത്തേക്ക് കൊണ്ടു നിർത്തിയത് ഇവിടെയുള്ള സംഘപരിവാറാണ്. സംഘപരിവാർ തന്നെയാണ് ഒരു പക്ഷെ നിങ്ങളുടെ സിനിമയ്ക്ക് 200 കോടിയിലേക്ക് എത്തിക്കാൻ കൂടുതൽ സഹായകമായത്.
ദീപിക പതുക്കാണും ഷാറുഖ് ഖാനും അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ആ സിനിമയിലെ പാട്ടിന്റെ സീനിൽ ഷെഡ്ഡിയുടെ കളർ കാവിയായി എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയെ അങ്ങ് തകർക്കാൻ ശ്രമിച്ച ആ സിനിമ അങ്ങ് കേറി കത്തിയത് നിങ്ങൾ കണ്ടതാ. അത് തന്നെയാണ് എമ്പുരാൻ എന്ന സിനിമയിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ കേരളത്തിൽ സംഭവിക്കുന്നത്. ഒരു ഹോളിവുഡ് ലെവലിൽ എടുത്തു വെച്ച സിനിമ എന്ന രീതിയിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, കത്രിക വെച്ച സിനിമ വെറും 2 മിനിറ്റാ. ആ 2 മിനിറ്റിലുള്ള 2 സീനേ ഉള്ളൂ. അതൊന്ന് ആ ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന സീനും മറ്റൊന്ന് ബജ്റംഗി എന്ന് പറയുന്ന ആ ഒരു പേര് മാത്രമാണ്. ഇവിടെ നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു കാര്യം അതാണ്. സിനിമയുടെ 10 മിനിറ്റോ 20 മിനിറ്റോ ദൈർഘ്യമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നുള്ളത്. വെറും 2 മിനിറ്റേ കട്ട് ചെയ്തിട്ടുള്ളൂ. വലിയ സംഭവം തന്നെയാണത്. എന്നിരുന്നാൽ പോലും അതുപോലും കട്ട് ചെയ്യേണ്ടിയിരുന്നില്ല. അല്ല അങ്ങനെ പറയരുത്. അങ്ങനെ ഇത് ആരുടെയും ഭീഷണിയായിട്ടോ കാര്യങ്ങളോ ആയിട്ടോ അതിനെ കാണരുത്. അങ്ങനെ വേറൊരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത്. ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള ആൾക്കാരുടെ കൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അതിലൂടെ ഉണ്ടായ ഞങ്ങളുടെ ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുന്നു. അത് ശരി. അപ്പൊ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ തിരക്കഥ എഴുതുന്ന സമയത്തോ അത് വായിക്കുന്ന സമയത്തോ സിനിമയുടെ സമയങ്ങളിൽ എഡിറ്റിംഗ് സമയങ്ങളിലൊന്നും നിങ്ങളത് കണ്ടില്ല. എന്നിട്ട് ഞങ്ങൾക്ക് ശരിയാണെന്ന ഒരു സാധനം നിങ്ങൾ പുറത്തേക്ക് ഇടുന്നു. പിന്നെ ഞങ്ങൾക്ക് തന്നെ തോന്നുന്നത്രേ അത് ശരിയല്ല എന്നുള്ളത്. ഇതൊക്കെയാണ് ഇരട്ടത്താപ്പന്റെ പൊന്ന് ആന്റണി ചേട്ടാ. നിങ്ങൾ പറയുന്നത് മുഴുവൻ മണ്ടത്തരവും നുണകളുമാണ് എന്ന് മലയാളികൾക്ക് അറിയാം കേട്ടോ. ഇതൊരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് കേരളത്തിലെ, ഇന്ത്യയിലെ, വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു, ഒരു പാർട്ടിയുടെ അല്ല, ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടം ഉണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ്. ഓക്കെ ഒരു വ്യക്തിക്ക് പോലും ഒരു സങ്കടം ഉണ്ടായി. അങ്ങനെയാണെന്ന് നാളെ മുതൽ ചില റിവ്യൂവേഴ്സ് പറയുന്ന റിവ്യൂ കേട്ട് നിങ്ങൾ സിനിമ മാറ്റുമോ? ഒരിക്കലും മാറ്റില്ല. എന്നാൽ നിങ്ങളുടെ സിനിമയിൽ റിവ്യൂ പറഞ്ഞാൽ അവരെ കോപ്പിറൈറ്റ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ട കാര്യം തന്നെയാണ്, സ്വയം മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ മാറ്റങ്ങൾ ഒരു മാറ്റം വരുന്നില്ല. അങ്ങനെയെങ്കിൽ മെർസൽ എന്ന് പറയുന്ന ഒരു സിനിമ അങ്ങ് തമിഴ്നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമൽഹാസന്റെ ദശാവതാരത്തെയും ഹെറാം എല്ലാ സിനിമകളൊക്കെ ഇവർ പിന്നാലെ നടന്ന് തകർക്കാൻ ശ്രമിച്ച ആ സിനിമയിൽ ഒരു പൂട പോലും പറയാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അതാണ് ആർജവം, അതാണ് ആണത്വം. ഇവിടെ അതൊന്നുമില്ല. അത് തന്നെ. പക്ഷെ ആണത്തമുള്ള ഒരാളുണ്ട്, അയാള് മിണ്ടിയിട്ട് പോലുമില്ല. അയാള് മൗനം, അങ്ങനെ വെടിയാതെ നിൽക്കുക. നാളെ കണ്ടോ, പുതിയൊരു സിനിമ വരുമ്പോ സംഘികൾക്ക് കിട്ടാൻ പോകുന്ന മറുപടി ഒരു 1.5 മറുപടി ആവും. അടുത്ത തിരക്കഥയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്യുന്നതാണ് ഇത്. സമ്മർദ്ദത്തിന്റെ പുറത്തല്ല. ഞങ്ങൾക്ക് ഇത് മറ്റാരും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ, ഞാൻ വീണ്ടും വ്യക്തികളെ, സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അല്ല, അതൊരു സിനിമ ശേഷമാണോ? അല്ല, അതിപ്പോ അങ്ങനെയല്ല. അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല മോനെ. ഇത് പേടിച്ച് നീ ചെയ്തതാണെന്നുള്ള കാര്യത്തിന് ഒരു തർക്കവും വേണ്ട. എന്റെ പൊന്നെ ആന്റണി ചേട്ടായി, മോഹൻലാൽ ഫാൻസ് അസോസിയേഷനിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞുപോയി. ഒരു ഒറ്റ കാരണം കൊണ്ട്, ആ സിനിമ നിങ്ങൾ ബ്ലേഡ് വെച്ചത് കൊണ്ട് മാത്രമായിട്ടുള്ളത്. ഓക്കെ, നാളെ കോൺഗ്രസ്സുകാർ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ സീന് കട്ട് ചെയ്യോ? നാളെ കമ്മ്യൂണിസ്റ്റുകാർ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സീന് കട്ട് ചെയ്യോ? ഇവിടെ സിനിമയായി കാണുന്ന നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യമായി കാണുന്നു. 51 വെട്ട് എന്തുകൊണ്ട് നിങ്ങൾ ബാൻ ചെയ്തു എന്ന് പറയുന്നത്? ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് 51 വെട്ട് എന്ന സിനിമ ബാൻ ചെയ്യണമെന്നും ബ്ലോക്ക് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്? അങ്ങനെ കുറെ ആൾക്കാരെ കമന്റ് കാണുന്നുണ്ട്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ഈ പറയുന്ന മുരളി ഗോപി എഴുതിയ സിനിമ തന്നെ ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് റൈറ്റ് അല്ലെ? ആ ഒരു സിനിമയെ കുറിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി? ഒരു പ്രശ്നം ഉണ്ടായില്ല, സിനിമ ഇറങ്ങി. ഇപ്പൊ എന്തൊക്കെ ഇവരുടെ പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിന് ഭയങ്കര പേടിയാ, സിനിമയും വലിയ പേടിയാ. സംഘികൾ ഇങ്ങനെ പേടിച്ചൊരു വിധാവൂല്ല എന്റെ പൊന്നുമക്കളെ. ഏതോ ഒരു യൂട്യൂബർ, പേരെന്താ, കാളിമീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നമ്മുടെ പൃഥ്വിരാജിനെ ഒരു രാജ്യസ്നേഹം പഠിപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടു. എന്റെ പൊന്നുമക്കളെ, ചിരിച്ച് ഞാൻ ചത്തു എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കള്ളനോട്ട് അടിച്ച് പിടിക്കപ്പെട്ട ആൾക്കാരാണ് ഇവിടുത്തെ സംഘികൾ അല്ലെ? നമുക്കറിയുണ്ടാവും, നമ്മളെ കൊടുങ്ങല്ലൂർ റിസർവ് ബാങ്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്ത്, അത് കൂടാതെ എറണാകുളത്ത് നിന്ന് ഒരു അഭിലാഷോ അങ്ങനത്തെ ഒരു പയ്യനെ പൊക്കിയിട്ടുണ്ട്, ഇന്ത്യയിലെ ഒറ്റുകൊടുത്ത ഒരു ഹിന്ദു ആയിട്ടുള്ള മനുഷ്യനെ. അപ്പൊ ഒരുപാട് സംഗീസ് ഇതിന്റെ പിന്നിലുണ്ട്. എന്നിട്ടും അതിനെ കുറിച്ചിട്ടൊന്നും മിണ്ടാനും വയ്യ. സിനിമയാണ് പ്രോബ്ലം.
ഇല്ല, ഞാൻ സംസാരിച്ചു. അതിനകത്ത് ആരുടെയും സമ്മർദ്ദമല്ല. നമ്മളുടെ ജീവിത യാത്രയിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടായാൽ അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. എന്റെ പൊന്നു മോനെ, അത് നിങ്ങളുടെ ജീവിത യാത്രയിലാണ്, സിനിമ യാത്രയിലല്ല. സിനിമയിൽ ഒരു തെറ്റും ആരും കണ്ടിട്ടില്ല. അത് ആരോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 4 ആള് കിടന്ന് കുരച്ചപ്പോ പേടിച്ച് ട്രൗസറിൽ മുള്ളിയ നിന്നോടൊക്കെ ഞാൻ എന്ത് പറയാനാണ് എന്റെ പൊന്നാന്റണി ചേട്ടാ. ഓക്കെ, അശ്വന്ത് കോക്കിന്റെ ഒരു ചെറിയ ക്ലിപ്പ് സംഘികൾ എടുത്ത് ഇങ്ങനെ ആട്ടി നടക്കുന്നുണ്ട്. ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാമെന്ന് പറഞ്ഞു തരാനുണ്ട്. സമയത്തും അത് പൂർണ്ണമായി കാണിക്കാം. കുറച്ച് കാര്യം മുറിച്ചങ്ങ് മാറ്റിയിട്ട് പകുതിയും തുടങ്ങിയിട്ട് ഇങ്ങനെയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അത് എന്ത് കാണിക്കാൻ ശ്രമിച്ചാലും അത് പൂർണ്ണമായി കാണിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ ഭാഗത്തുനിന്ന് ശരിയുണ്ട്. BJP-ക്കാര് ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്നത് ശരിയാണ് എന്നാണ് ആള് പറയുന്നത്. കൊള്ളാം എടാ, കൊള്ളാം അശ്വന്ത് കോക്കെ. സിനിമ തുടങ്ങുന്ന സമയത്ത് നീ അട്ടത്ത് നോക്കിയിരിക്കുന്ന മൂക്കിൽ വരലിട്ടിരിക്കുകയായിരുന്നു. ചോദിക്കുക, സിനിമയുടെ തുടക്കത്തിൽ തന്നെ ട്രെയിനിനകത്ത് തീ നടക്കുന്ന സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ഇൻസിഡന്റ് നടന്നു എന്ന് കൃത്യമായി കാണിക്കുന്നുണ്ട്. ആ ഇൻസിഡന്റിൽ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ സ്വന്തം കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു പയ്യന്റെ ഒരു പ്രതികാരം, അതാണല്ലോ സിനിമ. നീ ആ സിനിമ കണ്ടത് തന്നെയല്ലേ? എന്നിട്ട് പറയുക കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇനി ഞാൻ അതിനെക്കുറിച്ച് നീട്ടി കൊണ്ടുപോകണില്ല. നരേന്ദ്രമോദി ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു ഇന്റർവ്യൂ കാണിച്ചു തരാം. You are allowing an image that is contrary to the interest of Gujarat to continue. It's in your hands to change it. I'll have to rest. Purple water. For Panya, दोस्ती बनी रहे, अपनी दोस्ती बनी रहे. You came here, I'm happy and thankful to you. It's okay. Your things are. മോഡി തപ്പാർ ഇന്റർവ്യൂ ഒന്ന് അടിച്ചു നോക്കിന്റെ പൊന്നു മക്കളെ, നിങ്ങൾ കാണും. നരേന്ദ്രമോദി 2007 വന്ന ഒരു ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ആള് കിടന്ന് ട്രൗസറിലും മുള്ളിട്ട് ഓടി. അവിടെ നിന്നാണ് നരേന്ദ്രമോദി പിന്നെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റുമായിട്ട് പോകുന്ന പരിപാടി. ആകെ 5 or 6 ഇന്റർവ്യൂ കൊടുക്കുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് കൊടുക്കില്ല. കാരണം അദ്ദേഹത്തിന് ഇവിടെയുള്ള മാധ്യമങ്ങളെ പോലും പേടിയാണ്. അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന മാധ്യമങ്ങൾ അടിച്ചമർത്താനും വലിയ താല്പര്യമാണ്. പിന്നെ അടുത്തൊരു കാര്യം, NIA എന്ന സിനിമയിൽ എഴുതി കാണിച്ചത് വലിയ പ്രശ്നമാണ്. എത്ര സിനിമകളിൽ NIA എന്നുള്ള ആ ഒരു എംബ്ലവും കാണിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രശ്നമാണ് പോലും. എന്താ ചെയ്യുക? ജനാധിപത്യ രാജ്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, മൗലിക അവകാശങ്ങൾ ഇതൊക്കെ വെറും ആയി മാറി എന്നുള്ളതാണ്. കൊള്ളാം. എന്തായാലും മുരളിഗോപി മുട്ടുമടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുരളിഗോപിയുടെ അടുത്ത തിരക്കഥ ചിലപ്പോ നമ്മളെ ഞെട്ടിക്കും. ഇനി മറ്റൊരു കാര്യം, L3 അത് നിർബന്ധമായി വരും എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലെ. പരമാവധി ഷെയർ ചെയ്തോളൂ കേട്ടോ. എമ്പുരാൻ കാണാത്തത് പോയി കണ്ടോളും, കുഴപ്പമുള്ളൊന്നുമില്ല. രണ്ട് കട്ടിങ് സീനുള്ളൂ. ആ സീന് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.